Amen.
രാത്രികാലം അങ്ങയെ മഹത്വപ്പെടുത്തുകയാണ്. രാത്രികാലം അങ്ങയ്ക്ക് നന്ദി പറയുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ, ഉന്നം വെച്ച കണ്ണിൽ മുന്നിൽ പലരാതെ, ഉന്നം വെച്ച കണ്ണിൽ മുന്നിൽ പലരാതെ, കണ്ണമണി എന്നെ മൂടി മറച്ചില്ലേ. ഹല്ലേലൂയ. രാത്രികാലം എത്ര പേർക്ക് പ്രത്യാശയുണ്ട്, എത്ര പേർക്ക് സന്തോഷമുണ്ട്. കണ്ണിന്റെ മണി പോലെ നമ്മെ മൂടി മറക്കുന്ന ഒരു ദൈവം, നമ്മെ കരുതുന്ന ഒരു ദൈവം രാത്രികാലം നമ്മുടെ മധ്യയിലുണ്ട്. അവർ നമ്മുടെ മധ്യയിലുണ്ട്. വിശ്വാസമുണ്ട്. രാത്രികാലം തുറന്നോ പത്രോസിനെ പോലെ എത്ര പേര് രാത്രികാലം കാണോ അവൻ ഉയർത്തുകയാണ്. 7 നക്ഷത്ര മരങ്ങളിൽ പിടിച്ചുകൊണ്ട് 7 ഇടവിളക്കിന്റെ നടുവിൽക്കൊണ്ട് ഉയർത്തുന്ന ദൈവം. നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനത്തിന്റെ ഹല്ലേലൂയ, ഹല്ലേലൂയ സത്യത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആമേൻ. പിന്നീട് വളരെ ആഗ്രഹത്തോടെ നമുക്കായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. തുറന്നുള്ളതായിരുന്ന സമയങ്ങൾ ആമേൻ ജോയ് പാസ്റ്റർ കുടുംബത്തിലുണ്ടല്ലോ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹല്ലേലൂദാസൻ മുൻപോട്ട് കടന്നു വന്ന് തനിക്ക് കൊടുത്തിരിക്കുന്ന ദൈവിക ആലോചന ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യേ കൈമാറും. അതിനായി ഞാൻ ഹല്ലേലൂദാസൻ മുൻപോട്ട് ആദരവായി ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ നാമം ഈ നല്ല രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന് പ്രിയനായിരിക്കുന്ന ദൈവദാസൻ, അതുപോലെ കുടുംബം, പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ക്രിസ്തുവിൽ വന്ദനം അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുന്നു. ഇന്ന് പകലിൽ ഞാൻ സമയം വീട്ടിൽ ആയിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരു താല്പര്യം ഉണ്ടാകുവാനിടയായി. ഈ യാത്രയിൽ വീട്ടിലെ കടന്നു വരണം എന്നുള്ള യാതൊരു താല്പര്യമില്ലേ ഹൃദയത്തിലേക്ക് ഉണ്ടാകുവാനിടയായി. അങ്ങനെയാണ് ഇന്ന് യാത്രയിൽ ഞാൻ നിങ്ങളോട് ചേർന്ന് ഇവിടെ ആയിരിക്കുന്നത്. അത് എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരുവാൻ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടായിരിക്കാം. ആഴ്ചകളായി മാസങ്ങളായി നടത്തി വരുന്നതാകുന്ന ഈ കൂട്ടായ്മ ഈ ദേശത്തിൽ വലിയ അനുഗ്രഹമാക്കി കൊണ്ടിരിക്കുന്നു. ഞാനിവിടെ ഇരുന്നപ്പോൾ ചില ദൈവിക ആലോചനകൾ കാലങ്ങളിൽ ദൈവം അറിയിച്ചാകുന്ന ചില ദൈവിക ആലോചനകൾ ഞാൻ കേൾക്കാനിടയായി. ദേശത്തിൻ്റെ പലയിടങ്ങളിലും അതേ വിലക്കപ്പെട്ടതൊക്കെ ഒന്നും പാഴായി പോയിട്ടില്ല. പുതിയ നാളുകൾ കഴിയുന്നതിന് മുമ്പേ അതിൻ്റെയൊക്കെ നല്ല ഫലങ്ങൾ, നല്ല സന്തോഷങ്ങൾ സാധിക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതിൻ്റെ രാത്രി ദൈവം നമ്മെ എല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രിയ ജോസഫ് കുടുംബം, അതുപോലെ ഇവിടെ ആയിരിക്കുന്ന പ്രിയ ബോസ് മാസ്റ്റർ, മറ്റ് ദൈവദാസന്മാർ, അച്ഛന്മാരെ, എല്ലാവർക്കും ക്രിസ്തുവിൽ വന്ദനം അറിയിക്കുന്നു. അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധി വളരെ പ്രാർത്ഥനയോട് ദിവസമായിരിക്കാം. എന്നെ ചിന്തിപ്പിച്ച ഒരു ദൈവവചനങ്ങളുമായിട്ട് അല്പസമയം
ഷെയർ ചെയ്യുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. അതിനാധാരമായി നമുക്കൊരു വാക്യം വായിക്കാം. പ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അവരെ പുറത്തു കൊണ്ടുവന്ന് യജമാനന്മാരെ രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായിരിക്കുന്ന ഈ നല്ല രാത്രിയിൽ പലയിടങ്ങളിലായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ ഐക്യകൂട്ടായ്മയിൽ ഒന്നിച്ചു കൂടി ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരന്മാർന്ന കർത്താവിനെ പാടി ആരാധിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് ഇന്ന് രാത്രിയിൽ കർത്താവെ അവസരങ്ങളെ ദാനം നൽകുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യും. ഞങ്ങൾക്ക് കർത്താവെ പാടുവാനും ആരാധിപ്പാനും ഒക്കെ ദൈവം കൃപ ചെയ്യുന്നു. അല്പസമയം ഞങ്ങൾ ദൈവസന്നിധിയിലായിരിക്കട്ടെ. അവിടുത്തെ വചനം ഞങ്ങൾക്ക് ധ്യാനിപ്പാൻ ആവശ്യമാർന്ന കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ പ്രതികൂലങ്ങളെയും ദൈവമെന്ന് കർത്താവെ നീക്കി മാറ്റി അതിന് നടുവിൽ ഞങ്ങൾക്ക് ലഭിക്കേണ്ടയാകുന്ന ദൈവിക ആലോചനകൾ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് നൽകി തരേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥന അവിടുത്തെ സർക്കാരുകളിൽ സമർപ്പിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ വായിച്ച തിരുവചനം നമുക്ക് വളരെ സുപരിതമാകുന്ന ഒരു വാക്യമാണ്. ആമേനോട് വായിക്കുവാനിടയായ പ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായം അതിലെ 30-ാമത്തെ വാക്യമാണ് നമ്മൾ വായിക്കുവാനിടയായത്. ഈ പശ്ചാത്തലത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായി മനസ്സിലാക്കുവാനായി കഴിയുന്നത് ഒന്നിലധികം ചിന്തകൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ആമേൻ. അത് ദൈവത്തിന്റെ ദാസനാകുന്ന പൗലോസും തന്റെ സഹവൃത്യനുമാകുന്ന തീമോഥെയോസും ശീലാസും ഒരുമിച്ച് അവർ ദൈവം ഏൽപ്പിക്കപ്പെട്ടയാകുന്ന അനുഭവങ്ങൾ സാക്ഷ്യങ്ങൾ വിവിധ ഇടങ്ങളിൽ പങ്കുവെച്ച് അവർ കടന്നു വരുന്ന വേളകളിൽ അവർക്കുണ്ടായ ചില സാഹചര്യങ്ങൾ, ആ സാഹചര്യത്തിന് നടുവിൽ അവർ ഒത്തിരി പ്രതികൂലങ്ങളെ നേരിടുവാനിടയായി. അങ്ങനെ ആ പ്രതികൂലത്തിന് നടുവിൽ അവരെ എന്തെന്നറിയാമോ അതേ തടവിലാക്കുവാനിടയായി. തടവിൽ അവരായിരുന്ന സമയങ്ങളിൽ അവർ നിത്യം ചെയ്തു വരികയാകുന്ന ഒരു പ്രാർത്ഥന അവരവിടെ നടത്തുവാനിടയായി. പ്രതികൂലമാണ്, തടവിലാണ് അവരായിരിക്കുന്നത്, കാരാഗ്രഹത്തിലാണ് ആയിരിക്കുന്നത്. അവരെ കൈകാലുകൾ ചങ്ങലയിൽ അതേ ബന്ധിതനായി കിടക്കുകയാണ്. പക്ഷെ ഇവരൊന്നും കൂട്ടാക്കാതെ അവരുടെ അകത്തുള്ളയോ ഭാരങ്ങളോ പ്രയാസങ്ങളോ പകൽ അവരുടെ ജീവിതത്തിൽ നേരിട്ടിയാകുന്ന യാതൊരു ദണ്ഡനങ്ങളോ അവർ ഓർക്കാതെ അവർ യേശു കർത്താവിനെ പാടി ആരാധിക്കുവാനിടയായി. അങ്ങനെ പാടി ആരാധിക്കുന്ന കൂട്ടത്തിൽ ചില വിടുതലുകൾ അവരറിയാതെ ദൈവം അവരുടെ നടുവിൽ ഇറങ്ങി ചെയ്യുവാനിടയായി. ഈ വിടുതലുകൾ മനസ്സിലാക്കിയ കാരാഗ്രഹ പ്രമാണി വന്ന് ചോദിക്കുന്ന ഒരു വാക്യമാണ്, ചോദ്യമാണ് നമ്മൾ വായിക്കുവാനിടയായത്. ഈ തിരുവഴുത്ത് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുക അല്ലെങ്കിൽ സ്വസ്ഥത പ്രാപിക്കുക. എവിടെ നിന്നാണ് അവർ സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ടത് അഥവാ സ്വസ്ഥത കണ്ടെത്തേണ്ടത്? നമ്മൾ ആ തിരുവഴുത്ത് പഠിച്ചു വരുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഒന്ന് ബോധിപ്പിക്കുക, രണ്ട് അവരെ രക്ഷിക്കുക, മൂന്ന് പിടിവിക്കുക. ഈ മൂന്ന് ഫലമാണ് ഇവിടെ നമുക്ക് കാണുവാനായി കഴിയുന്നത്. ഇത് മൂന്നും ഒന്ന് തന്നെയാണ്. നമ്മൾ എങ്ങനെ കറങ്ങി ഏത് വഴിയിലൂടെ വന്നാലും നമ്മുടെ വീടിന്റെ 4 ഭാഗത്തൂടെ റോഡുണ്ടായാലും എങ്ങനെ വന്നാലും നമ്മുടെ വീട്ടിലെ നമുക്ക് വരാൻ കഴിയത്തുള്ളൂ, മറ്റൊരിടത്ത് നമുക്ക് പോകാൻ കഴിയത്തില്ല. ഏതുപോലെ ഇത് 3 റൂട്ടിൽ കൂടെ വന്നാലും ക്രിസ്തുവിൽ മാത്രമേ നമുക്ക് വരാൻ കഴിയത്തുള്ളൂ. ഞാൻ ഈ തിരുവഴുത്തുകൾ പഠിക്കുവാനും ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും തയ്യാറായപ്പോൾ എന്റെ ഹൃദയത്തിനകത്ത് ദൈവാത്മാവ് നൽകിയാകുന്ന ചില ചിന്തകളാണ് ഇന്ന് രാത്രിയില് ഞാനിവിടെ പ്രസ്താവിക്കാൻ പോകുന്നത്.
മറ്റൊരിടത്തുനിന്ന് ലഭിക്കപ്പെട്ട എന്ന ചിന്തയല്ല എന്റെ ഹൃദയത്തിനകത്ത് ലഭിച്ച ചിന്തകൾ. ഞാനിങ്ങനെ ഈ ചിന്ത എന്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാനിങ്ങനെ ഒരു കാര്യം ചിന്തിക്കുവാനിടയായി. അനുഗ്രഹിക്കപ്പെട്ടിയാകുന്ന പാട്ടുകൾ പാടി നന്നായി ദൈവത്തെ ആരാധിച്ചതാണ് നമ്മൾ. പക്ഷേ ഈ തിരുവഴുത്തുകൾ അവസരം ലഭിച്ചാൽ ഇത് പറയുമ്പോൾ എങ്ങനെ ജനത്തിന്റെ ഹൃദയം എങ്ങനെയായിരിക്കും, അവരുടെ രീതി എങ്ങനെയായിരിക്കും, അവർ റൂട്ട് എപ്രകാരമായിരിക്കുമെന്ന് എന്റെ ഹൃദയത്തിൽ ചിന്തിപ്പാനിടയായി. കാരണം എന്ന് പറയുന്നത് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന റൂട്ടിൽ കൂടെ പോകുന്ന ഒരു വാക്യമല്ല ഇത്. ഇവിടെ പറയാണ് അവരെ പുറത്തു കൊണ്ടുവന്നു. ഒന്നുകൂടെ വായിക്കാണ്. അവരെ പുറത്തു കൊണ്ടുവന്ന് യജമാനന്മാരെ രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അല്പനേരത്തേക്ക് നമ്മൾ ആ വാക്യം അല്പം കൂടെ മുന്നോട്ട് കൂട്ടാതെ ചേർത്ത് വായിപ്പാൻ തയ്യാറായ ഈ പറയപ്പെട്ട വ്യക്തി, ഈ കാരാഗ്രഹ പ്രമാണി, അല്പനേരത്തിന് മുൻപ് ഇവരെ പിടിച്ചൊരു തടവിലാക്കിയ മനുഷ്യൻ. ഇവരെ ഉപദ്രവിച്ചു തടവിനകത്ത് പിടിച്ച് അവയെ കൂട്ടുവാനുള്ള അധികാരം കൊടുക്കപ്പെട്ടിയാകുന്ന ഒരു മനുഷ്യനാണ് ഇപ്പോൾ ചോദിക്കുന്നത്, ഞങ്ങൾ രക്ഷപ്രാപിപ്പാൻ എന്ത് ചെയ്യണം? എവിടെ നിന്നാണ് നമ്മൾ രക്ഷ പ്രാപിക്കണം? ഏത് അനുഭവത്തിലാണ് നമ്മൾ രക്ഷ പ്രാപിക്കേണ്ടത്? നമ്മളൊക്കെ ദൈവത്തെ ആരാധിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ കടന്നു പോകുന്നവർ മറ്റേ നമ്മുടെ ജീവിതത്തിൽ ഇന്നും വേണ്ടുന്ന പോലെ ഒരു രക്ഷ കണ്ടെത്തുവാനായി നമുക്ക് കഴിഞ്ഞിട്ടില്ല. അത് സാമ്പത്തികപരമായോ ആരോഗ്യപരമായോ കുടുംബ പശ്ചാത്തലപരമായോ ഏത് വിധത്തിലാകട്ടെ വേണ്ടുന്ന വിധത്തിലുള്ളയാകുന്ന ഒരു സമൃദ്ധി നമുക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. ആരോട് ചോദിച്ചാലും അവരെല്ലാം പറയുവാനിടയാകും ഒരു സമാധാനം നമ്മുടെ ജീവിതത്തിൽ ഇല്ല. ഒരു സമാധാനം നമ്മുടെ ജീവിതത്തില്ല. അവരെ കഴിഞ്ഞ രാത്രിയില് എന്നെ സ്നേഹിക്കപ്പെടുകയാകുന്ന ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ച ഒരു കുടുംബം വിളിച്ചിട്ട് എന്നോട് പറയുവാനിടയായി, ഞങ്ങളിതാ ഒരു ഫോട്ടോ അങ്ങോട്ട് ഇടിയാണ്, ഇനി കണ്ടിട്ട് ദൈവദാസൻ പ്രാർത്ഥിക്കാതിരിക്കരുത്, സഹതമായി പ്രാർത്ഥിക്കണം. ഞാനത് കണ്ട് നോക്കിയപ്പോൾ അവർ പാർക്കുണ്ടിയാകുന്ന വീടിന്റെ ഏകദേശം ഒരു 5 അടി അടുത്ത് വെള്ളം നിറഞ്ഞു നോക്കിയ നമുക്കിവിടെ ഇത്ര മഴ പെയ്തിട്ടും നമ്മുടെ വീടുകളിലോ നമ്മുടെ പറമ്പുകളൊന്നും വേണ്ടുന്നുള്ള വെള്ളം കയറിയിട്ടില്ല, നമ്മുടെ റോഡുകളൊന്നും മുങ്ങിപ്പോയിട്ടില്ല. പക്ഷേ ഇപ്പോഴും ഭയങ്കര ചുഴലിക്കാറ്റും മഴയും തീരാത്ത മഴ പെയ്തുകൊണ്ടിരിക്കുന്ന മണിക്കൂറുകൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെയാകുന്ന കൃഷികൾ വെള്ളത്തിൽ അടിയിലായിക്കൊണ്ടിരിക്കുന്നു. അവരുടെ വീടുകൾ പലയിടങ്ങളിലും പാർക്കുവാനായി വീട്ടിലേക്ക് ഇറങ്ങി മറ്റിടത്ത് പോകേണ്ട ഗതിയിലേക്ക് വെള്ളം അങ്ങനെ നിലച്ചു നിൽക്കുന്നതാകുന്ന അനുഭവങ്ങള് ഒരു വീട് വിട്ട് അടുത്ത വീട്ടിലേക്ക് പോകേണ്ടതാകുന്ന സ്ഥിതികൾ രക്ഷാമാർഗത്തിന് വേണ്ടി തന്റെ ജനം ഇറങ്ങി വരുന്ന അനുഭവങ്ങള് ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നതാകുന്ന സ്ഥലമുണ്ട്. നമ്മൾ അവർക്ക് വേണ്ടി ഞാൻ പറയാം, മണ്ണിലൊരിഞ്ഞാൽ റോഡുകൾ അടയപ്പെടുവാനിടയാണ്. തിങ്ങി മഴ ഒരാഴ്ച പെയ്താൽ കരടിൽ ലഭിക്കത്തില്ല, നല്ല കുടിവെള്ളം ലഭിക്കാൻ കഴിയത്തില്ല. നാം നല്ല തെളിവെള്ളം കുടിക്കുമ്പോൾ ചായ പോലുള്ള വെള്ളം കുടിച്ച നാടുകൾ എന്റെ ജീവിതത്തിലുണ്ട്. കാരണം എന്താ? വെള്ളമില്ലാന്നല്ല, മഴ പെയ്ത് തോടും കിണറും ഒരുപോലെ ആയി തീരുവാനിടയാകും. ജലവംശങ്ങൾ ഞങ്ങൾ അത് കുടിച്ചിട്ടുള്ളതാണ്. ജലവംശങ്ങൾ മാസങ്ങൾ കരണ്ടില്ലാതെ മെഴുതിരി വെട്ടത്തിൽ കഴിഞ്ഞവരാ. അവരുടെ കാര്യങ്ങളെ ഓർക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റത്തില്ല, പ്രാർത്ഥിക്കുവാനിടയാകും. ഇവിടെ ഞാനിത് പറഞ്ഞതിന് കാരണം നിങ്ങളുടെ വീടുകളിൽ നിങ്ങളെ സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ അതേ കുട്ടനാടവും അതുപോലെ വയനാടും കാസർഗോഡും ഒക്കെ ഓർത്ത് നിങ്ങളൊക്കെ പ്രാർത്ഥിക്കും. നിലമ്പൂരൊക്കെ വെള്ളക്കെട്ടിന് അടിയിൽ കിടക്കുന്ന സ്ഥലമാ. വയനാടൊക്കെ മണ്ണിടിഞ്ഞ റോഡുകൾ വാഗനോട് കഴിയത്തില്ല, കരണ്ട് ലഭിക്കത്തില്ല, വല്ലാത്ത അനുഭവങ്ങൾ. അവർ വീട്ടിലേക്ക് വലതും വെള്ളത്തിൽ അടിയിൽ പോകും, അതൊന്നും വിളിക്കാൻ കഴിയാത്ത വിധത്തിൽ വാഗനം ഓടി
കഷ്ടപ്പെടുന്നയാകുന്ന ഭാഗങ്ങള് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പ്രിയപ്പെട്ടവരോർക്ക് അവിടെ ഒരു വാക്ക് പ്രാർത്ഥിക്കുന്ന ഏറ്റവും നല്ലതായിരിക്കും. പോകട്ടെ, കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇവിടെ പറയാണ് ഏത് വിധത്തിലാണ് നമുക്ക് സമാധാനം ലഭിക്കുന്നത്, എവിടെയാണ് നമുക്ക് മോചനം ലഭിക്കേണ്ടത്. വായിച്ചാട്ടെ ലൂക്കോസിനാണ് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിൽ 4-ാമത്തെ വാക്യം ഒന്ന് വായിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം വായിച്ചാട്ടെ. ഗുരു ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഇവളെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. കണ്ടോ, എവിടെയാണ് ഒരു മനുഷ്യന് മോചനം ലഭിക്കുന്നത്? ഇവിടെ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ഒരു ഭാവിനിയായ സ്ത്രീയെ ഓടിച്ചു കൊണ്ടുവരിക. അവിടെ ജീവിതത്തിൽ നേരിട്ടിരിക്കുന്നയാകുന്ന വിഷയങ്ങൾ പലതാണ്. ഇതിനകത്തു നിന്നും ആ സ്ത്രീക്ക് ഒരു മോചനം ലഭിക്കണം. ഇതിനകത്തു നിന്ന് ആ വ്യക്തിക്ക് ഒരു വിടുതൽ ലഭിക്കണം. എന്നാൽ തന്റെ ജീവിതത്തിന്റെ മേഖലകളെല്ലാം നിരാശയുടെയും വേദനയുടെയും അനുഭവത്തിൽ മുന്നോട്ട് പോകുന്നത് കൊണ്ട് ആ ലോകം തനിക്ക് വിധിയെഴുതുവാനിടയായി. കല്ലെറിഞ്ഞ് ആ വ്യക്തിയെ കൊല്ലണമെന്ന് മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതി വെക്കുവാനിടയായി. മോശയുടെ പ്രമാണത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെ പാപം ചെയ്യുന്ന വ്യക്തിയെ കല്ലെറിഞ്ഞു കൊല്ലണം. ഇന്ന് പകൽ ഈ രാത്രി ഒരു കാര്യം ഓർക്കും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലാണ് നമ്മൾ അടുത്ത് പാർക്കുന്ന വീടിന്റെ ഏതെങ്കിലും അടുത്ത് ഉള്ളിയാകുന്ന ഒരു വ്യക്തിക്ക് ഈ അനുഭവം വരുന്നെങ്കിൽ ഞാൻ നിങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ വേഗത്തിൽ എന്ത് ചെയ്യാം? കേസ് കൊടുക്കില്ലയോ? കേസ് കൊടുക്കും. ഇല്ലെങ്കിൽ അവരോട് വെച്ച് കാര്യങ്ങൾ പറയും. ഇല്ല എങ്കിൽ അതിന് മാർഗം എന്താ എന്നുള്ള രീതിയിൽ കണ്ടെത്തുവാനും കഴിയും. ഇതാണ് നമ്മുടെയാകുന്ന ചിന്തകൾ. പക്ഷേ ഒരു കാര്യമുണ്ട്, ദൈവസന്നിധി ഞാനും നിങ്ങളും ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? ഈ വ്യക്തിയുടെ അനുഭവം ഇതാണ്. തനിക്കൊരു മാനസാന്തരം ഉണ്ടാകേണ്ടതിന്, തനിക്കൊരു മോചനം പ്രാപിക്കേണ്ടതിന് തന്നെ നമ്മളെ സൃഷ്ടിച്ചാകുന്ന ദൈവത്തിന്റെ കരത്തിലേക്ക് ഈ വ്യക്തി ഏൽപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ കഴിയുമോ? അവിടെയാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നും നാം മറ്റുള്ളവരെ സ്നേഹിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയുന്നയാളെ ദൈവം തിരിച്ചറിയുന്നു. ഞാൻ പറയാം, എന്റെ വീടിന്റെ അടുത്ത് ഒരു കുടുംബം പാർക്കുന്നുണ്ട്, മുതലത്തിൽ കുടുംബമുണ്ട്. അവിടെ എല്ലാ ദിവസവും ഏകദേശം 6 മണി 7 മണി കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവും ജോലി കഴിഞ്ഞ് മടങ്ങി വരും. വന്ന് വീട്ടിൽ വന്ന് ആഹാരങ്ങളൊക്കെ പാചകം ചെയ്ത് കഴിക്കുമോ ഇല്ലയോ എന്നറിയത്തില്ല. രണ്ടുപേരും തങ്ങളിൽ അസഭ്യവാക്കുകൾ പറയുവാനിടയായി. ഏകദേശം ഞങ്ങൾ ഉറക്കമാവുന്നത് സിനിമത് തന്നെയാണ്. ഞാൻ പലരോടും പറഞ്ഞു, അവരെ വ്യക്തികളോട് പലരോടും പറഞ്ഞു, നിങ്ങളതൊന്ന് ഒന്ന് ഒതുക്കി തള്ളണേ. അവിടെയൊക്കെ പിള്ളേരുമൊക്കെ ആയിട്ട് പാർക്കുന്നവരാണ് എന്ന്. അപ്പൊ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, ഉദയശീലിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ പറയുന്നില്ല, നിങ്ങൾ അവരാരും പറയാനെടുത്തതുമില്ല, അവർ പോയതുമില്ല. പക്ഷേ ഞങ്ങൾ ദൈവത്തിന് പ്രാർത്ഥിക്കും, ഞങ്ങൾ ദൈവത്തിന് പ്രാർത്ഥിക്കും. കർത്താവേ, ആ വ്യക്തിക്കൊരു മാനസാന്തരം. ചില നാടുകൾ ഇല്ലാതിരുന്നു, ചില മാസങ്ങളില്ലാതിരുന്നു, വീണ്ടും ഉയരുവാനില്ല. കഴിഞ്ഞ ബുധനാഴ്ച എൻ്റെ വീട്ടിൽ ദാസന് പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഒരു ദേവദാസനെ ഞങ്ങൾ ക്ഷണിക്കുവാനിടയായി. കടന്നു വന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. നമ്മൾ മറ്റൊരു വിഷയം ഉണ്ടാകുന്നതിനേക്കാൾ നല്ലത് കർത്താവ് ഇറങ്ങി പ്രവർത്തിച്ചാൽ ആ വ്യക്തിയുടെ ഹൃദയത്തിനകത്തൊരു മാനസാന്തരം ഉണ്ടാകുവാൻ. ഇവർ വന്ന് പറയുകയാണ്, ഈ സ്ത്രീ
ആമേൻ. ഒരു ഭാഗത്ത് രക്ഷയെന്നയാകുന്ന തിരുവനന്തപുരത്ത് മുന്നിലുണ്ട്, മറുഭാഗത്ത് ഇവിടെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് ആമി മറുഭാഗത്ത് എഴുന്നേറ്റിരിക്കുമ്പോൾ ഇത് രണ്ടും വല്ലാത്ത അനുഭവത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. എന്താ രക്ഷകനായ കർത്താവിന്റെ അടുക്കൽ വന്ന് ആമികള് ഇവര് പറഞ്ഞപ്പോൾ യേശു കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ പാപമില്ലാത്തവൾ ഇവിടെ കല്ലെറിയട്ടെ. ഒരു കാര്യം പ്രിയമുള്ളവരെ, നമ്മളാരും പാപം ചെയ്യാത്തവരല്ല, നമ്മളാരും ആർക്കും ദോഷം ചെയ്യാത്തവരല്ല. പക്ഷേ ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ പാപ സ്വഭാവത്തിലേക്കല്ല പോകുന്നത്, നമ്മളെ അക്രമത്തിലേക്കല്ല പോകുന്നത്. ഒരു സ്നേഹത്തിന്റെ ആത്മാവ് എന്നിലും നിങ്ങളിൽ ഇറങ്ങി വന്നതുകൊണ്ട് ആമീകളെ കഷ്ടം അനുഭവിക്കുന്ന രക്ഷത്തിന് വേണ്ടി ഇടിയുന്നതിന്റെ പ്രാർത്ഥിക്കുവാൻ ഇതിനുള്ളിയായത് കൂട്ടാടി പകരം അവരവരുള്ളവരായി ദൈവം എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലകളിൽ മരണത്തിന്റെ തുണികൾ ആമീൻ പലരെ ആമീൻ പ്രതികൂലത്തിന് കല്ലുമായി നിൽക്കുമ്പോൾ, അക്രമത്തിന് കല്ലുമായി നിൽക്കുമ്പോൾ, ആമീൻ അക്രമത്തിന് പ്രമാണമായി നിൽക്കുമ്പോൾ സ്നേഹത്തിന് പ്രമാണമെടുത്ത് അവർക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കുവാൻ ആ വരുന്നവர்கள் കുഞ്ഞ് അവർ രക്ഷ പ്രാപിക്കുവാനിടയാകും. നമ്മുടെ പ്രാർത്ഥന ഒരു വ്യക്തി തകരാനല്ല, ഒരു കുടുംബം തകർന്നു പോകാനല്ല, ഒരു കുടുംബം രക്ഷ പ്രാപിക്കണം, ഒരു വ്യക്തി രക്ഷ പ്രാപിക്കണം. ഇതാണ് നമ്മുടെ പ്രാർത്ഥന. ആമി എങ്ങനെയെങ്കിൽ പറയട്ടെ, ആമി വന്നവർ പലരും ആമി മറഞ്ഞു പോകുവാനിടയായി. വന്നവർ പലരും ആമി അവരുടെ ആകുന്ന ആമി മുഖം മറച്ചുകൊണ്ട് അവര് പോകുവാനിടയായി. എന്നാൽ പറയട്ടെ, യേശുക്രിസ്തു ഒരു കാര്യം പറഞ്ഞു, ആമി ഇനി പാപം ചെയ്യരുത്. ഈ രാത്രി ഞാനൊരു കാര്യം പറയാം പ്രിയപ്പെട്ടവരെ, ആമേ ഹല്ലേലൂയ. ഈ പ്രാർത്ഥന ആമേ ഹല്ലേലൂയ പാപത്തിന് വഴി ചൂണ്ടി കൊടുക്കുവാനല്ല, പാപിയെ യേശുവിലേക്ക് കൊണ്ടുവരാൻ തക്കവരെ നിന്റെ പാപം ക്ഷമിക്കാൻ കഴിയുന്ന ഒരു നല്ല ഗുരുവിനെ നിന്റെ മുൻപിലേക്ക് ചൂണ്ടിക്കാണിച്ചു തരുവാൻ, നിന്റെ അടുക്കലേക്ക് ഇറക്കി തരുവാൻ, നിന്റെ കുടുംബത്തിലേക്ക് വഴി കാണിച്ചു തരുവാൻ, നിന്റെ തലമുറയിലേക്ക് ഹല്ലേലൂയ ആമേ കരം പിടിച്ച് നടത്തുന്ന ഒരു നല്ല രക്ഷകനുണ്ട് എന്ന് പറയുവാനാണ് കുഞ്ഞ് ഈ രാത്രി നടക്കുന്ന പ്രാർത്ഥന. അത് വേണ്ടതിന് അനുഗ്രഹമാക്കി എന്റെ ദൈവം മാറ്റട്ടെ. ഹല്ലേലൂയ. നമുക്ക് എന്താ ലഭിക്കും? ഭഗവാൻ ലഭിക്കും. ആമേൻ. പക്ഷേ നമ്മൾ ചെയ്യുന്നതിന് പ്രതിഫലം നമുക്കുണ്ട്. അതിവിടെയല്ല, ഉയരത്തിലായിരിക്കും പ്രതിഫലം. ആമേൻ. ഇവിടെ കാണത്തക്ക രീതിയിൽ ഒന്നും കാണത്തില്ല, പക്ഷേ ഉയരത്തിൽ നമുക്ക് പ്രതിഫലം ലഭിക്കുവാനിടയാകാം. ഇന്ന് രാത്രി ഒരു കാര്യം ഓർക്കുഞ്ഞേ, ആമേൻ. പാപ സ്വഭാവ അനുഭവത്തിൽ നിൽക്കുന്ന വ്യക്തിക്ക് ആമേൻ സ്വാതന്ത്ര്യം വേണ്ടായോ, ഒരു മോചനം വേണ്ടായോ, ആമേൻ മോചിപ്പാൻ കഴിയുന്ന, വിടിവിക്കാൻ കഴിയുന്ന, രക്ഷിപ്പാൻ കഴിയുന്ന ഒരു നല്ല നാടന്റെ അടുക്കലേക്ക് ഈ വ്യക്തിയെ ആ സമൂഹം ഓടിച്ചുകൊണ്ട് വരുവാനിടയാണ്. ഓർത്ത് നോക്കിയ വാക്യം വായിച്ച് ഇരുത്തി വായിച്ചു നോക്കണം. അവർ ഓടിക്കാരുടെ കൊണ്ടുവന്നേ ജീവനും ചൈതന്യവും ആഴ്ചയും കൊടുക്കാൻ കഴിയുന്ന, നല്ല സൗന്ദര്യം കൊടുക്കാൻ കഴിയുന്ന, ആരോഗ്യത്തോട് നടത്താൻ കഴിയുന്ന ലോകരക്ഷിതാവാകുന്ന യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്കാണ് ഈ സ്ത്രീ ഓടിച്ചുകൊണ്ട് വരുവാനിടയായി. അങ്ങനെ കൊണ്ടുവന്നാൽ ആ മേഖല പിന്നെ ആ വ്യക്തി അവിടെ വിട്ടു പോകുമെന്നല്ല, അവിടെ വെച്ച് തീരുമാനമെടുക്കുവാനിടയാകും, അവിടെ വെച്ച് ആ രക്ഷ കരസ്ഥമാക്കുവാനിടയാകും. ആരൊക്കെ കൊണ്ടുവന്നത് ആ മേഖലയില്ല. അതിന് 29-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാണ് നിവാസന. എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്, ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അതിന്റെ 29-ാം വാക്യം ഒരു വാക്യം നോക്കൂ. 16-21. അവൻ വെളിച്ചം ചോദിച്ച് അകത്ത് ചാടി വിറച്ചുകൊണ്ട് പൗലോസിന്റെയും സീലാസിന്റെയും മുമ്പിൽ വീണു. അവരെ പുറത്തു കൊണ്ടുവന്ന് കണ്ടോ, ഈ മനുഷ്യരുടെ വീട് പൗലോസിന്റെ സീലാസിന്റെ അടുക്കൽ വീണു. ഈ യോഹന്നാന്റെ സുവിശേഷം 8:4 നമ്മൾ വായിക്കും.
ആമികളെ കാണാൻ കഴിയുന്നത് ഈ സ്ത്രീ വന്ന് എവിടെ വീണേ? യേശുവിന്റെ പാദങ്ങളിൽ. രക്ഷിക്കാൻ കഴിയുന്ന ഒരു ഇടമുണ്ട് എന്ന് ആർക്ക് മനസ്സിലായി? അവൻ ഈ വന്ന സ്ത്രീക്ക് മനസ്സിലാക്കില്ല. അവരോടിച്ചുള്ളൂ അല്ല പുരോഹിതന്മാരും അമിഹലിയ മൂപ്പന്മാർ ഓടിച്ചുകൊണ്ട് വന്നത് ഈ രക്ഷകരായി. ഞാനൊരു കാര്യം പറയാം പ്രിയപ്പെട്ടവരെ, ഒരു പ്രാർത്ഥനാ ഇടങ്ങളിൽ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ അടുക്കൽ അവൻ ഒരാൾ ഓടി വന്നാൽ നിശ്ചയമായി ആ വ്യക്തി അവിടുന്ന് പോകുമ്പോൾ ആശ്വാസം പ്രാപിച്ചു പോകും. ഒരു കാര്യമാണ് ഞാൻ പറയാൻ തെളിവ്. നമ്മൾ പഴയ നിയമം പഠിക്കുമ്പോൾ അഥവാ ശൗമേല പുസ്തകം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട് അപ്പന്റെ കഴുതെ തിരക്കി പോയി ആകുന്ന രണ്ട് വ്യക്തികൾ. ഒന്ന് ശൗലും തന്നിരു മാലിക്കാരൻ. ഇവരെന്തിനെ അന്വേഷിച്ചാ പോയത്? ഇവര് പോയത് കഴുതെ അന്വേഷിക്കാൻ പോയി. അവനെ വീട്ടിൽ വളർത്തുന്നയാകെ കഴുതി അവനിൽ നിന്നും പോകുവാനില്ല. അല്ലെങ്കിൽ അവര് മറ്റിടത്ത് എവിടെയോ അതിനെ ചുറ്റാൻ കൊണ്ടുപോയ വഴിക്ക് അത് അവിടെ നിന്ന് വഴി മാറി വഴി തെറ്റിപ്പോയി. വീട്ടിലേക്ക് മടങ്ങി വന്നത് എവിടെയോ പോയി. എന്നാൽ അതിനെ അന്വേഷിച്ച് പോയ രണ്ട് വ്യക്തികൾ അവന്റെ സ്വഭാവ രീതികൾ, ഒരാളെ സ്വഭാവം അല്പം മോശം, ഒരാള് അല്പം അവൻ നന്നായി ജീവിക്കുന്ന മനുഷ്യൻ. ഈ നന്നായി ജീവിക്കുന്ന മനുഷ്യൻ അല്പം മോശമായി പാർക്കുന്നയാകുന്ന വ്യക്തിയോടൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു. എന്തായാലും നമ്മുടെ കരക്കിലേക്ക് വന്നേ കഴുതെ കണ്ടില്ലല്ലോ, നമുക്കൊരു കാര്യം ചെയ്യാം, തിരെ വീട്ടിലേക്ക് പോകാം എന്ന് ശൗല് പറയുവാനില്ല. അപ്പോൾ കൂടെ വന്നയാളുടെ ഭാര്യക്കാരൻ എങ്ങനെയാണ് പറഞ്ഞത്? അങ്ങനെ പ്രയാസപ്പെട്ട് നമുക്ക് പോകണ്ട. മറ്റേ ഇവിടെ ഒരു ദർശകനുണ്ട്. ഇവിടെ ആരുണ്ട്? ഒരു ദർശകനുണ്ട്. ആ മിഹലിൽ കാണാതെ പോയ കഴുതത്തരയ്ക്ക് വന്ന നമ്മൾ ആ വ്യക്തിയോട് ഒന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ഒരു മറുപടി ലഭിക്കുവാനിടയാണ്. ഒരു കാര്യം പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഇത് രാത്രിയിൽ നമ്മൾ പലയിടങ്ങളിൽ കടന്നു വന്ന് ആ മിഹലിയ പ്രിയ ജോസഫിന്റെ കുടുംബം പാർക്കുന്നയായിരുന്നു ഈ വീട്ടിൽ വന്നത്. ആ മിഹൽ ഇവിടെ നടക്കുന്ന പ്രാർത്ഥനയിൽ നിന്ന്, ഇവിടെ നടക്കുന്ന ആരാധനയിൽ നിന്ന് എന്തെങ്കിലും ആ മിഹല ഒന്ന് കരസ്ഥമാക്കി കൊണ്ടുപോകാനാണ് നമ്മൾ എന്തോ അവൻ നഷ്ടപ്പെട്ടു പോയെങ്കിൽ, എന്തോ ഭാരപ്പെട്ട് നിൽക്കുന്നെങ്കിൽ, എവിടെയോ ആ മിഹല അസ്തമിച്ചു പോയെന്ന് പറയുന്നെങ്കിൽ ഒരു കാര്യം പറയട്ടെ, ഇന്നത്തെ കൂട്ടാളികൾ ഒന്നിൽ പോയാൽ അവൻ ചില വിടുതലുകൾ, അവൻ ചില സമാധാനം കണ്ടെത്താൻ കഴിയുമെന്ന് ചിന്തിച്ചു വന്നത് ഇന്ന് രാത്രിയിലെ പരിശുദ്ധം വിളിച്ചു പറയാം. ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് വിശ്വാസം വരേണ്ടതിന് അവൻ എന്റെ വിശ്വാസത്തിൽ ഒന്നും കൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കേണ്ടതുകൊണ്ട് ഞാൻ പറയാം. ചില വർഷങ്ങൾക്ക് മുമ്പ് എന്റെ കൂടെ പ്രവർത്തിക്കുന്നയാളുടെ ദൈവദാസന്റെ വീട്ടിൽ 21 ദിവസം ഉപവാസ പ്രാർത്ഥന നടത്തി. അവൻ ഒരു രാത്രി പകലും രണ്ട് ദൈവദാസന്മാരെയാണ് ഞങ്ങളെ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ വണ്ടിയായ ദൈവദാസൻ സീനിയർ ദൈവദാസനോട് പറഞ്ഞു, പകല് തിരുവിടി ഞാനങ്ങ് പോവുകയാണ്, രാത്രി ദൈവദാസൻ ശുശ്രൂഷിക്കുന്നു. ഞാനെല്ലാ വലിയ ശുശ്രൂഷകളൊന്നുമല്ല, ദൈവം വലിയ ശുശ്രൂഷകളല്ല, അത് സാക്ഷിയൊക്കെ പറയുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ രാത്രി ശുശ്രൂഷയ്ക്ക് ഒത്തിരി ഭാരം എന്റെ ഉള്ളിൽ നേരിടുവാനില്ല. നേർക്കുനേർ പറയുന്ന ആമീഹലിയ, അതായത് ആമീലിനെ ശൗല് കുന്ത പറഞ്ഞ് ആമികൾ മുറിവേൽപ്പിക്കുന്ന പോലെ ഉള്ളിയാകുന്ന കുന്തങ്ങൾ അന്ന് പകലിൽ എന്റെ നേരിലേക്ക് കയറി വരുവാനില്ല. ഒത്തിരി ഭാരപ്പെട്ടു, പ്രയാസപ്പെട്ടു, രാത്രി ചുഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് മടങ്ങി പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ ഭാര്യയോട് പറയുവാനിടയായി. പക്ഷേ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ചില ദിവസങ്ങൾക്ക് മുൻപ് തന്ന ഡേറ്റിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഒരു ആലോചന പറഞ്ഞു, ഒരു വെളിപ്പാട് പറഞ്ഞു, അത് പറയാതെ പോകാൻ സാധ്യമല്ല. രണ്ടിനാലും ഇറങ്ങിയ ഒരു ഭാഗത്ത് അമ്പ് വന്ന് കയറുന്നു, മറുഭാഗത്ത് ദൈവത്തിന്റെ ദർശനങ്ങള് ആലോചന മുൻപിൽ നൽകുന്നു. എന്താ ചെയ്യേണ്ടത് അറിയാൻ കഴിയുന്നില്ല.
ഭാരപ്പെട്ടു. അതെയാകട്ടെ അങ്ങനെയായി. വൈകിട്ട് ശുശ്രൂഷയ്ക്ക് ഒത്തിരി കടിപിടികളുണ്ടായി. ആമേൻ. ഒത്തിരി ഭാരങ്ങളുണ്ടായി. വേറെ ദൈവദാസൻ പറഞ്ഞു, മറ്റ് ആര് വന്നാലും പ്രശ്നമല്ല, ഇന്ന് രാത്രി ശുശ്രൂഷിക്കുന്നത് ഇന്ന് ആമി ദൈവദാസനായിരിക്കും, നിങ്ങൾ ഭാരപ്പെടേണ്ട. കാരണം അത് അവർക്ക് തെറ്റല്ല. ഞാനൊരു ശുശ്രൂഷകനായിട്ടില്ല എന്ന് അല്പസമയങ്ങളൊക്കെ ആമികളെ നിൽക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. ആമികളിയ വലിയ വാളും ആമി പൊക്കമൊന്നും ഇല്ലാത്തതുകൊണ്ടും കഴിയില്ലാത്തതുകൊണ്ടും ആമികളിയ പലർക്കും എന്തെങ്കിലെ ആമികളെ നമ്മളെ അങ്ങനെ ആമി കണക്ക് കൂട്ടാനും കഴിയത്തില്ല. പക്ഷേ ആമികളിയ അന്ന് രാത്രിയിലെ ആമി വലവിലേക്ക് ആമികളിയ പെരുവാളം പിടിച്ച് നാശങ്ങളായി ഭാരപ്പെടുകയാകുന്ന ദേവദാസനുണ്ടായി. തനന്ന് പകല് തന്റെ വീട്ടിൽ തന്റെ ഭാര്യയോട് പറഞ്ഞു, ഹോസ്പിറ്റലിൽ കടന്നു പോകണം. ഭാര്യ പറഞ്ഞു, പോയിട്ട് വരാമ. പുള്ളി പറഞ്ഞു, പോകുന്നില്ല, നാളെ പോകും. പക്ഷേ ഇന്ന് രാത്രിയിൽ ഇന്ന് അടുത്ത് പ്രാർത്ഥന കൊണ്ട് അവിടെ നിന്ന് പോകുകയാണ്. ദൈവം അല്ലാതും ചെയ്യുമെന്ന് ചെയ്യട്ടെ, ഇല്ലെങ്കിൽ ആമി അടുത്ത ദിവസം പോകാമെന്ന് പറഞ്ഞ് ആമി താൻ അവിടെ വരുവാനിടയായി. ആമി തനിക്കും ആമി മാത്രമേ അറിയാവൂ, ദൈവത്തിനും അറിയാം, മറ്റാർക്കും ആമി തന്റെ രോഗം അറിയത്തില്ല. പറയട്ടെ, അന്ന് രാത്രിയിലെ ദൈവത്തിന്റെ മതിൽ തിരുവിയോട് നിൽക്കുമ്പോൾ തന്നെ ആദ്യം ആമികളില്ല ഈ വ്യക്തിയോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുവാനില്ല. ആമേ. ഇന്ന് തന്റെ കൈക്ക് അന്ന് ദൈവം വിളിപ്പിച്ചതായിരുന്നു ആമി നാമത്തിൽ പഠിക്കും. ആമി നിങ്ങൾ അറിയാമെങ്കിൽ ഞാൻ പറയാം, സാമലകരയാണ് ചോദിച്ചു. ആമേ. കാരണം ദൈവം ഒരു വെളിപ്പാട് വന്നതുകൊണ്ട് അത് പറയാൻ പറ്റത്തില്ല. ആമി പറയാതെ പോകാൻ പറ്റത്തില്ല. പക്ഷേ അത് പറയാതിരിക്കേണ്ടതിന് അമ്പുകൾ നേരെ വന്ന് ആമി നമുക്ക് നേരെ കുത്തിക്കൊണ്ടിരിക്കുക. ഇവരുടെ കാഴ്ചപ്പാട് എങ്ങനെയാണ്? നാലാമൊരു പട്ടവാദക്കാരെ ചുമന്നുകൊണ്ട് വന്നിട്ടുണ്ട് എന്നതുപോലെ ആ വാക്യം മാസങ്ങൾക്ക് മുമ്പ്, ആഴ്ചകൾക്ക് മുമ്പ് എന്റെ ഹൃദയത്തിലേക്ക് ദൈവം തരുവാനിടയായി. ഒരു രാത്രി വെളിപ്പാട് കാണിച്ച് ഞാൻ അതിനുവേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ച് ആമികൾ ദൈവസന്നിധിയിൽ ഒരുക്കപ്പെട്ട് വന്ന് ആ വിടുതൽ നടക്കാതിരിക്കുന്നതിന് ആമി പ്രതിബന്ധങ്ങള് മറ്റ് പല മേഖലയിൽ കൂടി ആചരിച്ചുകൊണ്ടിരുന്നു. പറയട്ടെ, ആമി വാചനം വായിച്ച് ശുശ്രൂഷിക്കുമ്പോൾ തന്നെ ആമി വാഹനത്തിനകത്തുനിന്ന് ആമി ഏകദേശം 6-7 ദിവസത്തിന് മുമ്പ് ഒരു മാതാവിനെ ആമി വണ്ടിക്കകത്ത് 4 പേർ എടുത്ത് ഈ ആമി ഉപവാസം നടക്കുന്ന വീട്ടിനകത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മളാരും അറിയുന്നില്ല, പക്ഷെ ആരും ഞാൻ പറഞ്ഞു വന്നതിന് കാരണം എന്ന് പറയാൻ ആമി നിങ്ങളുടെ വിശ്വാസം ഒന്നുകൂടെ ഉറക്കേണ്ടതില്ല. ആമികള് ദൈവം എന്നോട് നിങ്ങളോട് കൂടി ഉണ്ട് എന്ന് അറിയേണ്ടതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അങ്ങനെ പറയത്തില്ല. ആമികള് ദൈവം ചെയ്തത് ദൈവത്തിനോട് മകൾക്ക് മനുഷ്യനല്ല. പക്ഷെ ഞാൻ പറയട്ടെ, ഇന്ന് രാത്രിയില് ഈ കൂട്ടായ്മയ്ക്ക് വന്നാൽ ആമി അല്പ ആശ്വാസത്തോടെ സമാധാനത്തോടെ കടന്നു പോവുക എന്ന് ആമി ചിന്തിച്ച് കടന്നു വന്നിയാകുന്ന ആശ്ചര്യ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ദൈവം നിങ്ങളോട് കൃത്യമായി സംസാരിക്കും. ഒരു കാര്യം പറയട്ടെ, ആമികൾ ദൈവം ഇരിക്കുന്ന ഇടത്ത് ആമികളില്ല ഇതാ സമൂഹം ഒരു സ്ത്രീ ഓടിച്ചുകൊണ്ട് വരുവാനിടയായി. ആമി എവിടെ? ആമി യേശുക്രിസ്തു ഇരിക്കുന്നിടത്ത്, രക്തം ഇരിക്കുന്നിടത്ത് ഒരു സ്ത്രീ ഓടിച്ചുകൊണ്ട് വരുവാനിടയായി. എന്തെന്നറിയാമോ? രക്തം പ്രാപിക്കണം ഇവിടെ നോക്കുമ്പോൾ ഇവിടെ നിനക്ക് മോചനം തരാൻ കഴിയത്തുള്ള മറ്റൊരിടത്തും നിനക്ക് മോചിപ്പാൻ ആർക്കും കഴിയത്തില്ല. ആരെയും കൊണ്ട് കഴിയത്തില്ല.
വെളിപ്പെട്ടിരിക്കുവാൻ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ആമേൻ. ഞാനിങ്ങനെ ഒരു വെളിപ്പാട് വേണ്ടി കാണിപ്പാനിടയായി. ആമേൻ. ചില ബന്ധം തെളിച്ച് ആമേൻ ഇന്നലകളില് ആമേൻ എണ്ണി ഒഴിച്ചിട്ട് മങ്ങിപ്പോയ ആമേൻ ചിലര് ആമേൻ ബന്ധം തെളിഞ്ഞ് ആമേൻ നിൽക്കുന്ന അനുഭവങ്ങള് ദൈവമേ കാണിക്കുക. ചില നാളുകളായി കത്തി ജ്വലിച്ചിട്ട് ആമേൻ പ്രകാശം ഇതോടെ നിന്നുപോയി എന്ന് ചിന്തിക്കുന്നില്ല. ഇനി ഒരു പഴയ അനുഭവത്തിലേക്ക് എനിക്ക് വരാൻ കഴിയത്തില്ല എന്ന് ചിന്തിക്കുന്ന ഇടങ്ങളിൽ പരിശുദ്ധാത്മാവ് പറയുന്നില്ല. ഇല്ല. ആമേൻ. കത്താൻ പോവുക. ആമേൻ. ഒരു ബന്ധം തെളിയുന്ന പോലെ ആമേൻ ഒരു കീഴോട് വെളിപ്പെട്ട് വരുന്ന പോലെ ആമേൻ അതിന്റെ നടുവില് ആമേൻ ചിലരെ പിടിച്ചെടുക്കാൻ കഴിയുന്ന കായകളെ വിളിക്കുന്ന പോലെ ആമേൻ അതേ ഗുണമുള്ള പോലെ അത് ഉള്ളിൽ നിന്ന് ചില ബന്ധം പരമ്പരാ പോവുക. ഇതിനകത്ത് ദൈവത്തിന് നന്ദി പറയാൻ തയ്യാറാകെ. ആമേൻ. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം പ്രിയപ്പെട്ടവരെ. ആമേൻ. നമ്മുടെ അമ്മച്ചിമാരിലേക്ക് അകത്തുന്നത് ആമേൻ ബന്ധം ആമേൻ പുറത്തേക്ക് വരാൻ പോകും എന്ന് പറയാം. ആരാധന പുറത്തു വരാൻ പോവുകയാണ്. ആമേൻ. ചില ദൈവിക വിടുതലുകൾ പുറത്തു വരാൻ പോകും. നാം പ്രാർത്ഥിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ അകത്തുറത്തും ഒരു വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം അറിയാമോ? ഒരു കാര്യം കൂടെ പറയാം. ദേശത്തോട് പിടിച്ചെടുക്കാൻ പോവുകയാണ്. പിടിച്ചെടുക്കാൻ പോവുകയാണ്. പലരും പറയും ഇവിടെ അനാഥ മല്ലന്മാരുണ്ട്, മറ്റേ കാഴ്ചപ്പാടുള്ളവർ പറയും കുഞ്ഞ് അവര് വലുതെങ്കില് അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അവരത് പിടിച്ചെടുക്കാൻ പോവുകയാണ്. എനിക്കിപ്പോൾ എത്ര വയസ്സുണ്ട്? 80 വയസ്സുണ്ട്. 40 വയസ്സ് പോലെ തോന്നിക്കുന്നു. അവൻ യുദ്ധം ചെയ്യാനായി യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുക. പ്രിയപ്പെട്ടവരെ ചെറുപ്പക്കാർക്ക് ആരാധനയ്ക്കിനേക്കാൾ ഒരു ആത്മസാന്നിധ്യം പിതാക്കന്മാർ മേലുണ്ട്. കാരണം നിങ്ങൾക്ക് എന്തെന്ന് ചില അനുഭവങ്ങളുണ്ട്. ചില ഉടഞ്ഞു പോകാത്ത സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ചില വിശ്വാസത്തിന്റെ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അത് കണ്ടുപോലിക്കുമ്പോൾ ഓടിച്ചുകൊണ്ട് വന്നത് എവിടെയാണെന്ന് അറിയാമോ? ആ മേഖല രക്ഷകന്റെ അടുത്ത് തിരുവെടുത്ത് പറയുന്നത് ആ മേഖല അവൻ നിലത്തെഴുതിക്കൊണ്ടിരിക്കാതെ യേശു കർത്താവ് യേശു തല ഉയർത്തി നോക്കിയിട്ട് പറഞ്ഞു, ആ മേഖല നിങ്ങളിൽ പാപമില്ലാത്തവാണ്. ആമേൻ. ഇവിടെ കണ്ടറിയട്ടെ. പലരും കണ്ണ് താഴിട്ടത് ആമേൻ അവൻ പറഞ്ഞു യേശു ആ മേഖലയിൽ ആ സ്ത്രീയെ മോചിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ആ മേഖലയില്ല എവിടെയാണ് സ്വസ്ഥത ലഭിച്ചത്? യേശുവിന്റെ പാദം. എവിടെയാണ് നമുക്ക് സമാധാനം കണ്ടെത്താൻ കഴിയുന്നത്? യേശുവിന്റെ പാദമെടുക്കുന്നല്ലാതെ മറ്റൊന്നും കഴിയത്തില്ല. അതുകൊണ്ടാണ് കാരാഗ്രഹപ്രമാണി ഓടി വന്ന് പറഞ്ഞത്, യജമാനന്മാരെ രക്ഷമായിപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അവർക്കറിയാം ഞാൻ കൈകാലികളെ ചങ്ങലയിട്ട് പൂട്ടി വ്യക്തിത്വനാക്കി ഇതിനകത്ത് കിടന്നിയാൽ ഇവർ ആ ഒരു കേട് വരാതെ ഇവരെ കൈകാലികളെ ബന്ധനങ്ങളെ അഴിഞ്ഞ് ഇവർ സ്വാതന്ത്ര്യം പ്രാപിച്ച് ഇവിടെ നിൽക്കുന്നതെങ്കിൽ അവരുടെ ദൈവം വലിയ ദൈവമാണ്. ആ ദൈവത്തെ മാത്രമേ എനിക്കൊരു രക്ഷമാവേണ്ടാണ്. ഈ ദേശം ആ മേഖലയിയ ചില രക്ഷ പ്രാപിക്കാൻ എന്ന് പറഞ്ഞാൽ ആ മേഖലയിയ ദേശം ദേശത്തെ ദൈവപ്രവൃത്തി ഇറങ്ങി
കർത്താവേ ചുറ്റുപാടിലുള്ള കുടുംബങ്ങളിലേക്ക് ദൈവസ്ഥാനത്ത് നിങ്ങൾ അമ്പത്തി ആമിഹലിയ അല്ലെങ്കിൽ 8-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നു യഹോവയെ നീ ദേശത്തെ കടാക്ഷിക്കണം. 6-ാമത്തെ യഹോവയെ നീ ദേശത്തെ കടാക്ഷിക്കണം. നിന്റെ ദേശത്തെ കടാക്ഷിക്കേണ്ട കാര്യമല്ലോ. ജനത്തെ കടാക്ഷിക്കാൻ പോലെ ജനത്തെ രക്ഷിക്കാൻ പോലെ ദേശത്തിന് എന്തെങ്കിലും ചെയ്യണോ ഒന്നും ചെയ്യണം. പക്ഷേ അവിടെ ആമി ഭക്തൻ പറയുന്നു യഹോവയെ നീ ദേശത്തെ കടാക്ഷിക്കണം. കണ്ടോ ഇവിടെ എഴുതിയ തിരുവഴുത്ത് നോക്ക്. ദേശമേ ദേശമേ യഹോവയുടെ വചനം കേൾക്കും. ആമി ആരെ ഒന്ന് ദേശം ദൈവത്തിന് ഇന്ന് രാത്രിയിൽ ആമിഹലിയ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. ഒന്ന് ആമിഹലിയ ആരെ മോചിച്ചു? പാപിനിയായ സ്ത്രീക്ക് മോചനം കൊടുക്കുവാനായി യേശു കർത്താവ് അവിടെ മോചിപ്പിക്കുവാനായി. ആമി രണ്ടാമത്തെ ആവിർഭാവം നമുക്ക് വായിക്കാം. ആമിഹലി മർക്കോസിന് സുവിശേഷം 5-ാം അധ്യായം ആമിഹലി 8-ാമത്തെ വാക്ക് വേഗത്തിൽ വായിച്ചാൽ ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോകാൻ എന്ന് യേശു കൽപ്പിച്ചിരുന്നു. എന്റെ പേരെന്ത് എന്ന് അവരോട് ചോദിച്ചതിന് എന്റെ പേര് ലഗ്യോൻ, ഞാൻ പലരാകുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഒരു അശുദ്ധാത്മാവ് മാനിക്കപ്പെടുകയാണ്. ആ തിരുവെടുത്തുകൾ വടിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ആ മിഹലിൽ ഒരു പാർപ്പിടം കല്ലറയിൽ അവരവിടെ വിട്ട് പുറത്തേക്ക് വരുന്നില്ല. തന്നെ രക്ഷിപ്പാനായിട്ട് ആരും തന്നെ കണ്ടടിക്കുന്നത്. എന്റെ 3 മുതൽ വാക്കുകൾ വായിക്കണം. അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചു കൂടാഞ്ഞു. പലപ്പോഴും അവന് വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ച് വിലങ്ങ് ഉരുമി പൊട്ടിച്ചു കളഞ്ഞു. വ്യക്തിയെ പിടിച്ചു നിർത്താൻ കഴിയുന്നു. അവിടെയാണ് ചില പ്രാർത്ഥനയുടെ ആകുന്ന ആമിഹലിയ മഹത്വം വെളിപ്പെടുന്നത്. ഞാന് ഒരിടത്തിൽ പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ അവിടുത്തെ വലിയ പിതാവ് കാലങ്ങൾക്ക് മുൻപ് ചേരിയായവര് ശുശ്രൂഷയിൽ ഒരു അത്ഭുതം നടന്നതായിട്ട് ആ പിതാവിന്റെ കൊച്ചുമോൾ എന്നോട് പറയുവാൻ. കൊച്ചുമോൾക്ക് കുടുംബത്തിലാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥന കഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ ആ മാതാവ് ഇങ്ങനെയാണ് പറഞ്ഞത്, എന്റെ വല്യപ്പച്ചൻ ഒരു നല്ല ശുശ്രൂഷകനായി. എന്റെ അറിവെങ്കിൽ മത്തായി ഉദ്ദേശിക്കുന്നതാണ് ആ പിതാവിന്റെ പേര്. കാര്യം അങ്ങനെ ചെയ്യുന്ന ഒരു പരസ്യകാരൻ നന്നായി ചെയ്യുന്ന മനുഷ്യൻ. താന് ചിലപ്പോൾ നിങ്ങളുടെ കാണാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഒന്ന് പറയുകയാണ്. പത്തനാപുരം ടൗണിൽ വന്ന്, പത്തനാപുരം ടൗൺ എന്ന് പറയുന്നത് ഈ വലിയ ആർഭാടമാകുന്ന ഒരു ടൗണുമായിട്ടില്ല, ഒരു ചെറിയ ടൗൺ. അവിടെ പരസ്യകാരൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെയായ ഇറങ്ങിയിട്ട് പറഞ്ഞു, ഈ അപ്പത്തിനെ ഉപദേശം ഓടിച്ചു കളയണം. അതുകൊണ്ട് എന്തെങ്കിലും വഴി ചെയ്യണമെന്ന് അവർ തമ്മിലൊന്ന് കൂടി ആലോചിച്ചു. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ പറഞ്ഞു, ആന എന്റെ അടുത്ത് തടി പിടിക്കാനായി കൊണ്ടുവന്നു. ഈ ആനയെ കൊണ്ടുവന്ന് ഒരു വെട്ടി ആ ഉപയോഗിച്ചുകൊണ്ട് വിട്ടു പോകും. നമ്മുടെ വീട്ടിൽ തന്നെ ചങ്ങലകൾ ഉരുമി ശരീരം മുറിവേൽപ്പിച്ചു മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യൻ. ഇതിന് ആർക്കും അടക്കാനായി കഴിയുന്നില്ല. പക്ഷേ ഈ പിതാവ് അവരുടെ യേശുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവർ പ്ലാനിട്ട് ആനക്കാരുമായി സംസാരിച്ച് ആനക്കാരനെ ഫോണൊക്കെ വാങ്ങിച്ചു കൊടുത്ത് കൊണ്ടുവന്നു. ഇപ്പോഴത്തെ അങ്ങനെ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് വണ്ടിയുടെ ആ സൈഡിൽ നിർത്തി
ആനയുടെ സൈഡിൽ നിന്ന് ദൈവത്തിന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആനയെ അടുത്ത് കൊണ്ടുവന്ന് ആനയ്ക്ക് എന്തോ അവര് രണ്ടടി കൊടുത്തപ്പോൾ ആന തുമ്പിക്കൈയൊക്കെ നീട്ടി വല്ലാത്ത ആമയുടെ സൗണ്ട് ഒക്കെ കേൾപ്പിച്ച് അടുത്ത് വന്ന് ഇവർ വിചാരിച്ചു വന്ന് ആന ഒന്നീ തുമ്പിക്കൈ കൊണ്ടെടുത്ത് ഞാൻ അങ്ങോട്ട് മാറ്റിക്കളയും ഇത് ഒരുമിച്ച് കൊണ്ടാകും. പക്ഷേ ഈ ആന ഈ ഉപദേശിയുടെ അടുത്ത് വന്നു മുട്ടുന്നു. ആന വന്ന് മുട്ടുന്നു. അതിനെ മേയിച്ചു കൊണ്ടുപോകുന്ന മനുഷ്യന്റെ അടികൾ തന്നെ പലപ്പോഴും മുട്ടുമടക്കാൻ കഴിയുന്നില്ല. ഞാൻ പറഞ്ഞു വന്നതിന്റെ കാരണം ഈ ദേശത്തിൽ എത്ര ഇറങ്ങി മറിഞ്ഞു കുടുംബത്തെ ഒരുപോലെ ഒരുമി തകർത്തുകൊണ്ടിരിക്കുന്നു പറഞ്ഞാൽ ആമി വ്യക്തികളെ ആമി തകർത്തുകൊണ്ടിരിക്കുന്നു പറഞ്ഞാൽ കുഞ്ഞ് നിന്റെ പ്രാർത്ഥനയുടെ നടുവില് നിന്റെ ആരാധന നടുവില് നിന്റെ തീരുമാനങ്ങളുടെ നടുവില് ആ ചക്കരി വന്ന് മുട്ടുമടക്കുവാനിടയാകും. അവിടെയാണുള്ള പ്രാർത്ഥനയുടെ മറുപടി എന്ന് പറയുന്നത്. ദേശത്തെ അന്ധകാരം മുട്ടുമടക്കി അവൻ ചിലര് യേശുവിനെ അറിയുവാനില്ല. ചിലര് അവ ഹൈന്ദവ മാർഗത്തിലായിരുന്നവർ യേശുവിനെ തിരിച്ചറിയുവാനില്ല. മുട്ടുമടങ്ങി ആമികളുടെ തുമ്പിക്കൈ മടങ്ങി സലാമിങ്ങനെ നിൽക്കുകയാണ്. പുള്ളി ആമി അവിടെ നിന്ന് ആമി പിന്നെയും അരമണിക്കൂറോട് ദൈവം പറഞ്ഞിട്ട് ആമികളിയ പുള്ളി നേരെ മുന്നോട്ട് നടന്നു പോയി. ആരെ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ആമികളെ ഇരു രണ്ട് സൈഡിലും വാഹനം വന്ന് ആമികളിയ നിറഞ്ഞു ആന പോയ വാഹനമാണ് ഈ ഉപദേശിച്ച് പോയി. ഇവര് വണ്ടിയൊക്കെ വിളിച്ച് അവിടെ ഇവിടേക്ക് ആളും പേരുമൊക്കെ ഓടിപ്പോയി. അവ എവിടെ പോയി ഒരു സമയമായപ്പോഴത്തേക്ക് ഉപദേശിയെ കണ്ടെത്തി തിരികെ കൊണ്ടുവന്നു പട്ടണത്തിൽ കൊണ്ടുവന്നിട്ട് ഉപദേശിയുടെ മുൻപിൽ ആമികളിയ ആ ബഹളമുണ്ടാക്കിയ സകല മനുഷ്യരും സാക്ഷാത്കാരം വീണ് ഞങ്ങളോട് ക്ഷമിക്കണം ഉപദേശിച്ച് ഞങ്ങൾക്ക് അറിവില്ലാതെ സംഭവിച്ചതല്ലോ എന്ന് പറഞ്ഞ് ആ ഉപദേശിയുടെ മുൻപിൽ ആ നിലവിളിയോട് അലിക്കുവാനിടയായി. ആ ഉപദേശിക്ക് മനസ്സിൽ തോന്നി ആമി ചെന്ന് ആമി ആനയുടെ ശരീരത്തിൽ തൊട്ട് ആനെ ആമി അങ്ങോട്ട് മാറുവാനിടയായി. വാഹനങ്ങളൊക്കെ മുന്നോട്ട് പോയി. ഞാൻ വിളിച്ചു പറയേണ്ട പ്രിയപ്പെട്ടവരെ, ഏത് പ്രതികൂലത്തെ അഴിച്ചുവിടുന്നവർ യേശു ആരെന്ന് തിരിച്ചറിയപ്പെട്ടു. ആ സ്ഥലത്താണില്ലാണോ അല്ല, അവന്റെ പ്രാർത്ഥന കല്ലറയിലും ആമികളില്ല. ആമേ അങ്ങനെയുള്ള മേഖലകളില്ല. തന്നെ തന്നെ കൈകാലുകൾ ആമികളില്ല സതച്ച് ആമി രക്തം വാർന്ന് തന്നെ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന തന്റെ സ്വഭാവം തന്റെ ശരീരം മുറിവേൽക്കുന്നതും തന്റെ ശരീരത്തിൽ ബ്ലഡ് ആമികൾ വാർന്നൊഴുകുന്നത് ആമി തന്റെ ശരീരം കീറി മാറുന്നത് ആമി തന്റെ തലക്കടിക്കുന്നത് ആമി തന്റെ കൈയിലെ പങ്കരകൾ ആമി ഉരുമ്പുന്നത് പാറ കൊണ്ട് തടയ്ക്കുന്നത് തിരിച്ചറിയാൻ കഴിയാതെ കിടക്കുമ്പോൾ ഇന്ന് രാത്രി പറഞ്ഞു കുഞ്ഞേ ഇവരെ വിടുവിക്കുവാൻ അവിടെ എത്തിയെങ്കിലേ അത് യേശുവിന്റെ സാന്നിധ്യം ഈ ദേശത്ത് പറഞ്ഞ് എത്തിയപ്പോൾ അവർ മതിയായ നമ്മുടെ പ്രാർത്ഥന എന്താ? ഒത്തിരി പണം കൊണ്ട് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. സമ്പത്ത് നമുക്ക് കൂടാനാണ്. കുറെ ആമികളില്ല സ്ഥലം വാങ്ങുവാനാണ്. കുറെ വീടുകൾ പണിയുവാനാണ്. ആമികളെ ഒന്നുമല്ല, ഒരു ഭാവി രക്ഷിക്കപ്പെടണം. ഒരു ഭാവി ഞാൻ തിരിച്ചറിയുന്ന എന്റെ രക്ഷിച്ച കർത്താവിനെ മറ്റുള്ളവരിലേക്ക് വെളിപ്പെടുത്തുന്നതാണ് എന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഈ തീരുമാനം എന്ന് പറയുന്നത് അതാകട്ടെ. അതിനുവേണ്ടി ചെലവിടുന്നത്, അതിനുവേണ്ടി നിന്റെ ശരീരം ആവൻ കൊടുക്കുന്നത്, അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ദൈവം മറന്നു പോകുന്നത്.
വാക്യം പറഞ്ഞിട്ടുണ്ട്. ആമി ഹല്ലേലൂയ. ആമി അതൊന്ന് വായിച്ചതല്ല, ആമി ആ 4 വാക്യം വായിച്ചതാണ്. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമ്പി ഒടിച്ചും കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു. നിലവിളിക്കുന്ന ഒരു മനുഷ്യന്റെ നിലവിളി ചിലപ്പോ അപ്പനും അമ്മയ്ക്കും കേൾക്കാൻ ഒത്തിരി സമയം കേട്ട് കഴിഞ്ഞപ്പോഴാണ് സ്വീകാര്യമായിരുന്നു. പക്ഷേ തന്റെ ജീവശ്വാസം കൊടുത്ത് നിർമ്മിക്കപ്പെട്ടാകുന്ന കർത്താവിന് ആ നിലവിളി മറക്കാൻ കഴിയും. പലരും കേട്ടുകൊണ്ട് പോകാൻ കഴിയും, പലരും കേട്ടു പോകാം. പക്ഷേ കർത്താവ് അത് എപ്പോഴും ആമികളിൽ മറന്നു പോകുന്നില്ല. കർത്താവ് വന്ന് നിലവിളിക്കുക. അവൻ യേശുവിനെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു. ആരെ നമസ്കരിച്ചേ? ആ മനുഷ്യനല്ല നമസ്കരിച്ചാണോ? അല്ല, അവന്റെ മേൽ വ്യാപരിച്ചിരുന്ന ദുരാത്മാവ് ഓടിച്ചത് യേശുവിന്റെ ആമി അടിക്കച്ചവനെ നമസ്കരിക്കുവാനില്ല. എന്നൊരു ചോദ്യത്തിന് ഫലമുണ്ട്. അവൻ ഉറക്കെ നിലവിളിച്ചു, യേശുവേ മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്ക് തമ്മിൽ യേശുവിലേക്ക് വരാൻ അല്പം അകലച്ചിലുണ്ടെന്ന്. അടുത്ത് വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്താ കാര്യം? ഇങ്ങനെ അടുത്ത് വന്നാൽ ആളുകളെ ഈ ചിലതെല്ലാം മാറേണ്ടി ചിലതൊക്കെ ഉപേക്ഷിക്കേണ്ടതുണ്ട്. അതിന് അപ്പോസ്തലനായ പൗലോസ് ആമി ഫിലിപ്പിയർക്കാരോട് ഇങ്ങനെ കാര്യം പറയുന്നുണ്ട്. എനിക്ക് ക്രിസ്തുവിനെ നേടേണ്ടതിന് എന്റെ ലാഭമെല്ലാം ഛേദമെന്നുണ്ട്. ക്രിസ്തുവിനെ നേടേണ്ടതിന് എനിക്കുള്ള സകല സമ്പത്തും അറിയാമോ അത് ഛേദമെന്നുണ്ട്. അങ്ങനെയെങ്കിലും നമ്മുടെ കർത്താവ് നമ്മെ നേടേണ്ടതിന് ആമി സ്വർഗീയ മഹിമ വിട്ട് ഈ താഴലോകത്തിലേക്ക് ഇറങ്ങിയത് പാപത്തിന്റെ സ്വഭാവത്തിൽ ആമി ജീവിച്ചിരുന്ന എന്നെ നിങ്ങളെ ക്രിസ്തുവിന്റെ ആമി രക്തത്താൽ വീണ്ടെടുക്കേണ്ടതിന് ആമി മഹിമ വിട്ട് ഈ താഴലോകത്തിലേക്ക് വന്ന് കർത്താവിന് നമ്മൾ എന്ത് കൊടുക്കാൻ മതിയാവും? എല്ലാം ചെയ്തവരുണ്ട് കർത്താവ്. ആമികളില് ഇവരെ നാം 3-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ താഴലോകത്തിലേക്ക് വന്നതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ ഈ രാത്രി ഞാൻ നിങ്ങളുടെ മുന്നിൽ സാക്ഷീകരിക്കാൻ കഴിയുന്നത്, ഒരുമിച്ച് നമുക്ക് പാടുവാൻ കഴിഞ്ഞത് ആമി ആ കർത്താവ് താഴലോകത്തിലേക്ക് വന്നതുകൊണ്ട് ആമി യാതൊരു യോഗ്യതയില്ലാതെ നമ്മെ ആമി കർത്താവ് ആമി കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയെങ്കിൽ നമ്മുടെ പുണ്യപ്രവർത്തിയല്ലോ അത് കർത്താവിന്റെ പ്രവർത്തിയാണ്. കർത്താവിനെ ആരാധിച്ചാൽ അവരെ താഴോട്ട് വായിച്ചാൽ വേഗം വായിച്ചു. ദൈവത്താൽ എന്നെ ദണ്ഡിപ്പിക്കരുതേ എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവത്താൽ എന്നെ ദണ്ഡിപ്പിക്കരുത്. ഒരു കാര്യം പറയാം, നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. ആമികളിൽ ആരുടെയും മുൻപിൽ ആമികളില്ല ഈ ശക്തി പറഞ്ഞില്ല എന്നെ ദണ്ഡിപ്പിക്കരുത് പറഞ്ഞു. പക്ഷെ ഒരു കാര്യമുണ്ട്, ദൈവത്തിന് പ്രയോജനമുള്ളതിന്റെ അടുക്കൽ നിൽക്കുന്ന ഏതിനെയും ആമികളില്ല അകറ്റി മാറ്റാൻ കഴിയുന്ന ദൈവത്തിന് മാത്രമേ കഴിയൂ. ഈ രാത്രി ഒരു കാര്യം ഞാൻ പറയാം, പ്രിയപ്പെട്ടവരെ, ആമികരം നിങ്ങളോട് ആമികരം ചേർന്ന് നിൽക്കുന്ന ചിലതിനെ അകറ്റി മാറ്റാൻ കഴിയും ദൈവത്തിന് മാത്രമേ കഴിയൂ. കാരണമല്ല, ദൈവത്തിനാണ് മഹാശക്തിയുള്ളത്. അതുകൊണ്ട് പറഞ്ഞത് എന്നെ ദണ്ഡിപ്പിക്കരുത്, സമയത്തിന് മുമ്പേ ആമികരെ അങ്ങനെ ആ വ്യക്തിയെ ദൈവം മോചിപ്പിക്കാനില്ല. ഒരു വാക്കിലൂടെ വായിക്കാം. ആമേൻ. ഹല്ലേലൂയ.
സങ്കീർത്തനം 18-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്കുകൾ വേഗത്തിൽ വായിച്ചാണ് അതിന്റെ വാക്കുകൾ അവരെന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു എന്നെ പ്രസാദിച്ചിരുന്നത് കൊണ്ട് എന്നെ വിടുവിച്ചു. അവരെന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു അല്ലോ. ഇന്നെങ്കിൽ ഈ രണ്ട് വ്യക്തിക്ക് വിശാലത ഉണ്ടായിരുന്നു ഇല്ല. നമ്മുടെ വായിച്ചായ അപ്പോസ്തലപ്രവൃത്തിയിലും ഈ മനുഷ്യൻ ഈ കാരാഗ പ്രമാണിക്ക് ഒരു വിശാലത ഇല്ലായിരുന്നു. എന്നാൽ പറയട്ടെ, ആ മനുഷ്യൻ പറയുവാനിടയാ ഞാൻ രക്ഷ പ്രാപിക്കാനും ചെയ്യുക. ആ മനുഷ്യനെ കർത്താവ് വിശാലമായ സ്ഥലത്ത് കൊണ്ട് നിർത്തുവാനില്ല. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥന നമ്മെ വിശാലതയിലേക്ക് കൊണ്ടുവരും. നമ്മുടെ കൂടി വരുമ്പോൾ ഒരു വിശാലതയിലേക്ക് നമ്മെ കൊണ്ടു നിർത്തുക. എന്റെ കണ്ണുനീര് ഒന്നും കളയത്തിൽ അവൻ ചുരുത്തി വെച്ചിട്ട് ഒരിക്കലും ഒരു പ്രതിഫലം തരുന്നതാ. ഇന്ന് രാത്രി ഓർക്കുമുന്നേ നീ രക്ഷ പ്രാപിക്കേണ്ട ആവശ്യമാണ്. രക്ഷകർത്താവിന് മാത്രമാണ് ഈ ഭൂമിയിൽ നിന്ന് ഒരു മനുഷ്യന് രക്ഷ കണ്ടെത്താൻ കഴിയത്തില്ല. രക്ഷകർത്താവിനാണ്. ഇന്ന് രാത്രി നിന്നെ തന്നെ സമർപ്പിക്കുവാൻ, നിന്നെ തന്നെ എന്റെ കർത്താവിന് വേണ്ടി ഏൽപ്പിച്ച് പഠിക്കാൻ കഴിയുമോ? ഒരു സമൂഹം എനിക്ക് രക്ഷ തരുന്നത് ഈ കർത്താവുമായിട്ട് ഒരു അഭേദ്യ ബന്ധം സ്ഥാപിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ അവിടെയാണ് നിന്റെ ജീവിതത്തിൽ സമാധാനമെന്ന രക്ഷ ലഭിക്കുവാൻ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവൻ 3 കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുവാനിടയായി. ഒന്ന്, ഭാവനയായ സ്ത്രീയെ പിടിപ്പിക്കുവാനിടയായി. 2, ആരെ കൊണ്ട് ഒരിക്കലും അടിച്ചു മാറ്റാൻ കഴിയാത്ത, രക്ഷിപ്പാൻ കഴിയാത്ത, പലരും നോക്കിയിട്ട് നടക്കാൻ കഴിയാത്ത കല്ലറകളിലെ കൈകാലുകളെ ഒരു വാര്യക്കാരനെ വെട്ടിപ്പാൻ കഴിയുന്ന ഒരു ദൈവത്തിനെ അവനെ വിടുവിച്ചുവെങ്കിൽ ഇന്ന് രാത്രി കുഞ്ഞ് നിന്റെ ഭവനത്തെയായി, നിന്റെ തലമുറയായി, നിന്റെ ദേശത്തെയായി രക്ഷിപ്പാൻ കഴിയുന്ന ഒരു ലോകരക്ഷിതാവിനെ ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെടുത്തുമ്പോൾ നിന്റെ ഹൃദയത്തിനകത്ത് സ്വീകരിപ്പാൻ, നിന്റെ ഭവനത്തിൽ സ്വീകരിപ്പാൻ, നിന്റെ തലമുറകൾ സ്വീകരിപ്പാൻ, നിന്റെ സമ്പത്തിൽ സ്വീകരിപ്പാൻ ഇന്ന് രാത്രി ഒരുക്കമെങ്കിൽ ഒരു നിമിഷം നിന്റെ ഹൃദയത്തെ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. ദൈവമേ, ഞാൻ എന്ത് നേടിയിട്ടും എന്റെ കർത്താവിനെ നേടുവാൻ എനിക്ക് കഴിയത്തില്ല. ഞാൻ എന്തുണ്ടാക്കിയും എന്റെ കർത്താവിനെ അതേ നേടുവാൻ എനിക്ക് കഴിയത്തില്ല. എന്നാൽ ഇന്ന് രാത്രിയിൽ ഇതാ എന്റെ കർത്താവിന് വേണ്ടി എന്നെ ഇതാ സമർപ്പിക്കുന്നു. എന്റെ ഭവനത്തിൽ എന്റെ കർത്താവ് കടന്നു വരണമേ. എന്റെ ഭവനത്തിൽ എന്റെ കർത്താവ് കടന്നു വരണമേ. ഞാൻ ജീവിച്ചിരിക്കുന്ന നാടുകളിൽ എന്റെ കർത്താവിനോട് ജീവിക്കുവാൻ എന്നെ ഇതാ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു ഏൽപ്പിച്ചു പഠിച്ച പ്രാർത്ഥിക്കാൻ കഴിയുമോ? രക്ഷകൾ നിന്റെ ഭവനത്തിനകത്ത് വന്ന് നിന്നെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു ദൈവിക വിടുതലുകള്, ഒരു ദൈവിക മറുപടി നിന്റെ കുടുംബത്തിന് വന്ന് നിന്നെ നിലനിർത്താൻ കഴിയുന്ന ഒരു ദൈവം ഇന്ന് രാത്രിയുടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ദൈവം നിന്റെ സകലത്തെ കണ്ട് ആവിനെ രക്ഷിക്കുന്ന ഒരു രക്ഷകനെയാണ് ഇവിടെ ആഴ്ചകൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ആ രക്ഷകന് വേണ്ടി ഇന്ന് രാത്രി എന്നെ ഇതാ സമർപ്പിക്കുന്നു എന്ന് പറയാം. നമുക്ക് ദൈവസഭയിൽ പ്രാർത്ഥിക്കാം. ഈ തിരുവെഴുത്തുകൾ നമ്മുടെ ജീവിതത്തിലും ഈ ദേശത്തിലും ഒരു അനുഗ്രഹമായി തീരുവാൻ പരിശുദ്ധാത്മ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനിന്റെ വാക്കുകൾക്ക് വിരാമിടുന്നു. ഇതിന് അവസരം ഒരുക്കുക ദൈവത്തിനും വേദി ഒരുക്കുക വാത്സല്യ ദൈവദാസന്മാർക്കും കുടുംബത്തിനും ക്രിസ്തുവിൽ വന്ദനം നന്ദി പറഞ്ഞിരിക്കുന്നു. ഈ വചനത്താൽ ദൈവത്തെ ധാരാളം അനുഗ്രഹിക്കുവാനാകട്ടെ. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. അതിരങ്ങളെ തുറന്ന് നാമം സ്തോത്രം പറഞ്ഞാൽ അനുഗ്രഹിക്കപ്പെട്ട അനുദൈവിക ആലോചനകൾ, ദൈവിക ദൂതുകളും നമ്മുടെ മേൽ കർത്താവ് കൈമാറുവാനായി അമ്മയും പൗലോസിനെ കുറിച്ചും സീലാസിനെ കുറിച്ചും അമ്മയും ദൈവം അവർ പഠിച്ചിരുന്ന വൻ കാര്യങ്ങളെ